അല്ലെങ്കിൽ എനിക്കൊരു സാധനം വേണം, അത് വേണം എന്ന് ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അതൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതിന് പകരം നമ്മൾ കുറേ ഡെഫിനിഷൻസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എസ്സേസും 40 മാർക്കിന്റെ വലിയ 3-4 പേജിന്റെ എസ്സേ ഒക്കെ പഠിപ്പിക്കും. ദർ ഇസ് നോ പോയിന്റ്. ഈവൻ ടു ദ ഡേ അതിനൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. ദ സെയിം തിങ്, സെയിം സൈക്കിൾ. ദ വീൽ ഇസ് ടേണിങ്. ഇറ്റ്സ് ടൈം ടു ബ്രേക്ക് ദ വീൽ. അത് നിർത്തേണ്ട സമയമായി. സോ പഠിപ്പിക്കുന്ന രീതിയിലും പഠിച്ച രീതിയിലും പ്രശ്നങ്ങളുണ്ട്. ആൻഡ് അത് ഞാൻ ഒരു ടീച്ചർ, ഇറ്റ്സ് നോട്ട് ടീച്ചേഴ്സിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഈവൻ ഐ വർക്ക്ഡ് ആസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ അറ്റ് സ്കൂൾസ്. എൻ്റെ പ്രശ്നം ദ പീപ്പിൾ ഹു മേക്സ് ദ സിലബസ് ആൻഡ് ഡിസൈഡ്സ് വാട്ട് ദ സ്റ്റുഡൻറ്റ് ഷുഡ് ലേൺ, അവിടെയാണ്, അവരുമായിട്ടാണ് എൻ്റെ പ്രശ്നം. ദിസ് ഇസ് നോട്ട് ഹൗ യു ടീച്ച് എ ലാംഗ്വേജ്. അതിപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ, നമുക്ക് ഈ ക്ലാസ് റൂമിലാവുമ്പോൾ ഇൻസ്റ്റൻറ്റീനിയസ് ആണ് റിസൾട്ട്സ്. ഇങ്ങനെ പിള്ളേരിങ്ങനെ, അപ്പം ഞാൻ പഠിപ്പിക്കുന്ന രീതി കുറച്ചൊന്ന് മാറ്റിയപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനെ ബെനിഫിറ്റ് ചെയ്തു. അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ യു നീഡ് ഗ്രാമർ, ഓഫ് കോഴ്സ് യു നീഡ് ഗ്രാമർ. പക്ഷെ അത് എന്താണ് കോൺസെപ്റ്റ് മാത്രം അവർ അറിഞ്ഞാൽ മതി. ഡെഫിനേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. കോൺസെപ്റ്റ് പഠിക്കുക, അത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുക. രണ്ടും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാവുന്നതേ ഉള്ളൂ.